എന്താണ് ഈ ബൈനറി ലാംഗ്വേജ്? നമുക്കെല്ലാവർക്കും അറിയാം 0 1. ഈ 0 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ അത് എന്താണ് 0 to 1 അല്ലെങ്കിൽ 0 1 0 1 1 0 നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബൈനറി ലാംഗ്വേജ് നമ്മളിവിടെ പറഞ്ഞു, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അതായത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഒരേ ഒരു ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജാണ്. ശരിയല്ലേ? അപ്പോൾ ഈ 1 0 0 1 ആ ഒരു ലാംഗ്വേജാണ്, ബൈനറി ലാംഗ്വേജാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, നമ്മളിവിടെ www.facebook.com അടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ facebook.com നമ്മളിവിടെ ബ്രൗസറിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രൗസർ നേരെ അതിൻ്റെ DNS സെർവറിലോട്ട് പോയിട്ട് അതിൻ്റെ IP നോക്കും. കാരണം IP വെച്ചിട്ടാണ് ആ ഒരു അതായത് സെർവറിലോട്ട് അത് അസൈൻ ചെയ്യുന്നത്, അതായത് അതിൻ്റെ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് ഈ ഒരു IP കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പാക്കറ്റ് റിക്വസ്റ്റ് പോയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടും. അതായത് facebook.com എന്ന് നമ്മൾ നമ്മുടെ ക്രോമിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IP വേണം. അതായത് നമ്മൾ ഈ ഒരു പേര് നമ്മളടിക്കുന്ന ആ ഒരു പേര് ഈ ഒരു കമ്പ്യൂട്ടറിൽ മനസ്സിലാകില്ല. അപ്പോൾ അതിന് ഒരു IP വേണം. IP ഉണ്ടെങ്കിലാണ് ആ ഒരു സെർവറിലേക്ക് ഇതിന് റിക്വസ്റ്റ് പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. IP അഡ്രസ്സ് വേണം. ഫേസ്ബുക്ക് ആണെങ്കിൽ സെർവറിലോട്ടാണെങ്കിൽ ഫേസ്ബുക്ക് അഡ്രസ്സിൻ്റെ ആ ഒരു സെർവർ. അപ്പോൾ ഇതാണ് ആ facebook.com എന്നുള്ള പേരെങ്കിൽ ഇതാണ് ഫേസ്ബുക്കിൻ്റെ IP, ഇതാണ് ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് 157.240.192.0 അതാണ് IP അഡ്രസ്സ്. അപ്പോൾ അത് കൊടുക്കുന്നത് DNS ആണെന്നും DNSലൂടെയാണ് ഇത് കിട്ടുന്നത്. അതല്ല ഈ ഒരു ക്രോമിൽ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു DNS സെർവറിലോട്ട് പോകാതെ തന്നെ IP കിട്ടുമെന്നും ആ IP നേരെ ആ ഒരു സെർവറിലേക്ക് അയക്കുകയും ആ സെർവറിൽ നിന്ന് നമുക്ക് റിപ്ലൈ വരികയും അങ്ങനെ നമുക്കിവിടെ ആ ഒരു നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്തത് ആ ഒരു പേജ് ഓപ്പൺ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിന് ഈ ഒരു മനസ്സിലാക്കുന്ന ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഈ ഒരു IPO ഒന്നും കമ്പ്യൂട്ടറിന് മനസ്സിലായില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഈ ഒരു ബൈനറി ലാംഗ്വേജ് ആണ്. ഓക്കെ, നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ബൈനറി ലാംഗ്വേജിലാണ് ഇത് കമ്പ്യൂട്ടർ ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഡെസിമലിൽ നിന്ന് ആ ഒരു ബൈനറി ലാംഗ്വേജിലോട്ട് മാറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു IPയുടെ ഒരു ബൈനറി ലാംഗ്വേജ് ഫോർമാറ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ എല്ലാത്തിനെയും ഈ കമ്പ്യൂട്ടർ അതിൻ്റെയുള്ള ആ ഒരു ബൈനറി ഫോർമാറ്റിലോട്ട് ഇത് മാറ്റും. ഓക്കെ, അപ്പോൾ എന്നാലാണ് ഈ ബൈനറി ലാംഗ്വേജ് ഈ 0 1 എന്നുള്ള ആ ലാംഗ്വേജിലോട്ട് ഈ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ആ ഒരു IPനെ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ ഒരു വെബ്സൈറ്റിനെ ചേഞ്ച് ചെയ്ത് ഈ ഒരു ബൈനറി ഫോർമാറ്റിലോട്ടാക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു IPയുടെ ബൈനറി ഫോർമാറ്റാണത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന, സിസ്റ്റത്തിനൊക്കെ മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈനറി ഫോർമാറ്റാണ്. ഈ ഒരു ബൈനറി ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബൈനറി ഫോർമാറ്റിലോട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഈ ഒരു IP അഡ്രസ്സിനെ മാറ്റും. ഈ ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സിന് മാറ്റും. എന്നാലാണ് അതിന് മനസ്സിലാവുകയുള്ളൂ. ബൈനറി അഡ്രസ്സ് ആയിട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നതും ബൈനറി അഡ്രസ്സ് ആയിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ബൈനറി അഡ്രസ്സ് എങ്ങനെയാണ് ഈ ഒരു IPനെ ബൈനറി ആക്കുന്നതെന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് സബ്നെറ്റും കാര്യങ്ങളും പഠിക്കുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഈ ഓരോ IP, ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ IP എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോ IPയും നമുക്കറിയാം ഓരോ ഡോട്ടിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. IPv4 അഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ IPയും ഇതുപോലെ 8 ബിറ്റ്സ് അടങ്ങുന്നതാണ്. അതായത് 8 ബിറ്റ് അടങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 8 ബിറ്റ്, ഇപ്പോൾ ഈ നിങ്ങൾക്കറിയാം 1 2 3 4 5 6 7 8 ഈ ഒരു 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 ഈ 8 കോളം ഉണ്ട്. അതായത് ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ 157 ആണെന്ന് വിചാരിക്കുക. ഈ 157ൻ്റെ ഈ ഒരു 8 ബിറ്റുകളാണ്. 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് 157 വരുന്നത്. അപ്പോൾ ഇതൊരു ഒക്ടറ്റിനെ ആണ് ഈ ഒരു സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻ ഒരു ഒക്ടറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒക്ടറ്റ് നമ്പേഴ്സ് വരുമ്പോൾ 1 2 4 8 16 32 64 28 എങ്ങനെയാണ് ആ ഒരു ചാർട്ടിൽ വരുന്നത്. 8 ബിറ്റിൻ്റെ ഒരു ഒക്ടൽ ചാർട്ടാണത്. അപ്പോൾ ആ ഒരു ഒക്ടൽ വരുമ്പോൾ ഈ ഒരു ചാർട്ടിലാണത് വരുന്നത്. 8 ബിറ്റാണ് ഇവിടെ ഉള്ളതെന്നറിയാം. അപ്പോൾ 8 ബിറ്റിൻ്റെ ഒരു ഒക്ടൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട്, അതായത് ഈ ഓരോ ഇപ്പോൾ ഈ ഒരു 3 പോർഷൻ അതായത് 157ലും ഈ ഒരു 8 ബിറ്റ് ഉണ്ടാവും, 247ലും ഈ ഒരു 8 ബിറ്റ് ഉണ്ടാവും, അത് 192ലും 8 ബിറ്റ്, അതിപ്പുറത്തുള്ളതിലും ഈ ഒരു 8 ബിറ്റ്. ഇതെല്ലാം ഈ ഒരു 4 പോർഷൻ 8 ബിറ്റ് വെച്ചാണ് ഉള്ളത്. നമുക്കറിയാം ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഓരോ 8 എണ്ണം. അപ്പോൾ ഈ ഒരു 3 പോർഷനും ഇതുപോലെ 8 ബിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ 157നെ ഈ ഒരു നമ്പറിലാക്കി എടുത്തത്, അതായത് ഇപ്പോൾ ഈ ഒരു പോർഷനിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് 157, അതായത് ഈ 157ൻ്റെ ഈ ഒരു പോർഷനാണ് വരുന്നത്. അതായത് 1 0 0 1 1 1 0 1 ഇത് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഈ 157 ഈ ഒരു ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 157 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും 157 നമ്മൾ
കൂട്ടി നോക്കുക. കൂട്ടുകയല്ല, ഇതിനകത്ത് ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുക. അതായത് 157 നമ്മൾ ഈ ഒരു 128 എടുത്തു. ഓക്കെ, 128 എടുത്തു. 128 കഴിഞ്ഞിട്ട് നമ്മളിപ്പം 64 എടുക്കണമെങ്കിൽ നമുക്കിവിടെ 157 കൂടുതൽ വരും. ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് 128 നിന്ന് 64 എടുക്കണമെങ്കിൽ നമുക്ക് 157 കൂടുതൽ വരും. നമുക്ക് 157 കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മൾ 64 എടുക്കില്ല. അപ്പോൾ അവിടെ 0. ഓക്കെ, എടുക്കുന്നതിന് 1, എടുക്കാത്തതിന് 0. പിന്നെ 32 എടുത്താലും നമുക്കിവിടെ 157 കൂടുതൽ കിട്ടും. അപ്പോൾ അതും 0, അതും നമ്മൾ എടുക്കില്ല. പിന്നെ വരുന്നത് 16 നമ്മളെടുക്കും. 16 എടുക്കും. അത് കഴിഞ്ഞ് 8 എടുക്കും. അത് കഴിഞ്ഞ് 4 എടുക്കും. 4 എടുത്തതിന് ശേഷം അപ്പോൾ 56 ആവും. അതായത് 156 ആവും. ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 156 ആവും. പിന്നെ 8 എടുക്കുമ്പോൾ 158 ആയി പോകും. അപ്പോൾ 2 വേണ്ട, നമുക്ക് ഒന്നുകൂടി ഉള്ളൂ. അപ്പോൾ ഇതും എടുക്കും. ഓക്കെ, അപ്പോൾ ഈ 1 പോർഷൻസൊക്കെ എടുക്കുമ്പോൾ ഈ 128, 32, 128, 16, 8, 4, 1 ഇത്രയും പോർഷൻസ് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടി. അതായത് 157 കിട്ടി. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ബൈനറി. ഇത് കണ്ടില്ലേ, 100111101. അങ്ങനെയാണ് ഇവിടുത്തെ 100111101 എന്ന് കിട്ടിയത്. അതായത് ഇത് ഇതിൻ്റെ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്രമാണ്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെയും കാണണം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയത് ഇത് മാത്രമാണ്. അതായത് ഈ ഒരു 157 മാത്രം ബൈനറിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്, ഇതുപോലെ കൺവേർട്ട് ചെയ്തത്. അതുപോലെ നമുക്ക് ഈ ഒരു 240 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു 192 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. 0 നമുക്കൊന്നുമില്ല, 0 നമുക്ക് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം 0 തന്നെ ഇടും. ആ ഒരു 8 ബിറ്റ്സിലും നമ്മൾ ആ ഒരു 000 ഇടും. അതായത് ആ ഒരു ഒക്ടൽ ചാർട്ടിലെ ആ ഒരു ഒക്ടലിൽ മുഴുവനും നമ്മൾ 000 ഇടും. 8 കോളത്തിലും 00. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബൈനറിയിൽ നമുക്കൊന്നും ചെയ്യണ്ട, കാരണം ഇവിടെ 0 ആണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമ്മൾ ഈ 157 കണ്ടുപിടിച്ച പോലെ ഈ ഒരു ബൈനറി ലാംഗ്വേജിലും കണ്ടുപിടിക്കും. നിങ്ങൾക്കിത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് നോക്കാം. അതായത് ഈ ഒരു ചാർട്ട് വരച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം, അതായത് ഈ കാണുന്ന 240 അതുപോലെ തന്നെ 192 ആ ഒരു ബൈനറി നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായെന്നറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അതായത് സബ്നെറ്റ് മാസ്ക് പഠിക്കുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇരുത്തി പഠിക്കേണ്ട ഒന്നാണ് സബ്നെറ്റ് മാസ്കിംഗ് എന്നുള്ളത്. കാര്യം നമുക്ക് പ്രായോഗിക തലത്തിൽ സബ്നെറ്റ് ഉപയോഗിക്കപ്പെടുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾക്കാണ്. അതും ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾക്കും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുമാണത്. പക്ഷേ അതിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാൽക്കുലേഷനാണ് ഈ 8-bit ഒക്ടൽ ചാർട്ട്. 8-bit ഒക്ടൽ ചാർട്ടിലൂടെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ബൈനറി ഈ IP നമുക്കൊരു ബൈനറി ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. എന്നാലാണ് ഈ ഒരു കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു ബൈനറി ലാംഗ്വേജ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അടുത്തുള്ള ക്ലാസ്സുകളിൽ നോക്കാം.